ശാന്തി 7/11/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ സംഗമയുഗം സർവോത്തമം ആകാനുള്ള ശുഭ സമയമാണ്. കാരണം ഈ സമയം ബാബ നിങ്ങളെ നരനിൽ നിന്നും നാരായണൻ ആകുന്നതിനുള്ള പഠനം പഠിപ്പിക്കുന്നു. ചോദ്യം: കുട്ടികളായ നിങ്ങളുടെ അടുക്കൽ ഏതൊരു നോളജ് ഉണ്ട്, അത് കാരണം നിങ്ങൾക്ക് ഒരു സാഹചര്യത്തിലും കരയുവാൻ സാധിക്കില്ല? ഉത്തരം: നിങ്ങളുടെ അടുക്കൽ ഈ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയുടെ നോളജ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇതിൽ ഓരോ ആത്മാവിനും തൻ്റെതായ പാർട്ടുണ്ട്. ബാബ നമുക്ക് സുഖത്തിൻ്റെ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് എങ്ങനെ കരയുവാൻ സാധിക്കും? പരബ്രഹ്മത്തിൽ വസിക്കുന്നവൻ്റെ ചിന്തയുണ്ടായിരുന്നു. ആ ഒന്നിനെ ലഭിച്ചു കഴിഞ്ഞു. ബാക്കി എന്താണ് വേണ്ടത്? ഭാഗ്യശാലികളായ കുട്ടികൾ ഒരിക്കലും കരയുന്നില്ല. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് കുട്ടികൾക്ക് ഒരു കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു. ചിത്രങ്ങളിലും ഇങ്ങനെ എഴുതണം. ത്രിമൂർത്തി ശിവ് ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങളും ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ ആത്മാക്കളായ നിങ്ങൾ പറയും, ശിവ് ബാബ ഇങ്ങനെ പറയുന്നു എന്ന്. ബാബ നിങ്ങളെ മനസ്സിലാക്കിക്കുന്നു എന്ന് ബാബയും പറയും. ഇവിടെ മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കിക്കുകയല്ല, എന്നാൽ പരമാത്മാവ് ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. അല്ലെങ്കിൽ ആത്മാവ് ആത്മാവിന് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ജ്ഞാനസാഗരം ശിവ് ബാബ തന്നെയാണ്. ആ ഒന്ന് ആത്മീയ പിതാവാണ്. ഈ സമയം ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പിതാവിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ശാരീരികമായ അഹങ്കാരം ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഈ സമയം നിങ്ങൾക്ക് ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. കർമ്മവും ചെയ്തോളൂ, ജോലി കാര്യങ്ങളും മറ്റും നടത്തിക്കൊണ്ടിരിക്കൂ. ബാക്കി എത്ര സമയം ലഭിക്കുമോ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുമെങ്കിൽ വികർമ്മം വിനാശമാകും. നിങ്ങൾക്കറിയാം, ശിവബാബ ഇദ്ദേഹത്തിൽ വന്നിരിക്കുന്നു. ആ ഒന്ന് സത്യമാണ്, ചൈതന്യമാണ്, സച്ചിത് ആനന്ദ സ്വരൂപം എന്ന് പറയുന്നു. ബ്രഹ്മ വിഷ്ണു ശങ്കറിൻ്റെ അഥവാ ഏതെങ്കിലും മനുഷ്യൻ്റെതല്ല ഈ മഹിമ. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ ഒന്ന് തന്നെയാണ്. ആ ഒന്ന് സുപ്രീം സോളാണ്. ഈ ജ്ഞാനവും നിങ്ങൾക്ക് കേവലം ഈ സമയമാണ് ഉള്ളത്. പിന്നീടൊരിക്കലും ലഭിക്കുവാൻ പോകുന്നില്ല. ഓരോ 5000 വർഷത്തിനു ശേഷവും ബാബ വരുന്നു. നിങ്ങളെ ആത്മാഭിമാനിയാക്കി ബാബയുടെ ഓർമ്മയിലിരുത്തുന്നതിനു വേണ്ടി. അതിലൂടെ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകുന്നു. മറ്റൊരു ഉപായവുമില്ല. മനുഷ്യർ വിളിക്കുന്നുമുണ്ട്, ഹേ പതീത പാവന വരൂ. പക്ഷേ അർത്ഥം മനസ്സിലാക്കുന്നില്ല. പതീത പാവന സീതാറാം എന്ന് പറഞ്ഞാലും ശരിയാണ്. നിങ്ങളെല്ലാം സീതമാരാണ് അഥവാ ഭക്തരാണ്. ആ ഒന്ന് ഒരേ ഒരു രാമൻ ഭഗവാൻ. ഭക്തരായ നിങ്ങൾക്ക് ഭഗവാനിലൂടെ ഫലം വേണം. മുക്തി അഥവാ ജീവൻ മുക്തി, ഇതാണ് ഫലം. മുക്തി ജീവൻ മുക്തിയുടെ ദാതാവ് ആ ഒരേ ഒരു ബാബയാണ്. ഡ്രാമയിൽ ഉയർന്നതിലും ഉയർന്ന പാർട്ടുള്ളവരുമുണ്ട്, താഴ്ന്ന പാർട്ടുള്ളവരുമുണ്ട്. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഇതിനെ മറ്റാർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ ഈ സമയം തമോ പ്രധാനത്തിൽ നിന്നും കനിഷ്ഠത്തിൽ നിന്നും സതോ പ്രധാനവും പുരുഷോത്തമവും ആയിക്കൊണ്ടിരിക്കുന്നു. സതോ പ്രധാനത്തെ തന്നെയാണ് സർവോത്തമം എന്ന് പറയുന്നത്. ഈ സമയം നിങ്ങൾ സർവോത്തമമല്ല, ബാബ നിങ്ങളെ സർവോത്തമം ആക്കി മാറ്റുന്നു. ഈ ഡ്രാമയുടെ ചക്രം എങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതിനെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. കലിയുഗം, സംഗമയുഗം, പിന്നെ സത്യയുഗം ഉണ്ടാകുന്നു. പഴയതിനെ ആരാണ് പുതിയതാക്കി മാറ്റുന്നത്? ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ആക്കുവാൻ സാധിക്കില്ല.
ബാബ തന്നെയാണ് സംഗമത്തിൽ വന്ന് പഠിപ്പിക്കുന്നത്. ബാബ സത്യയുഗത്തിൽ വരുന്നില്ല, കലിയുഗത്തിലും വരുന്നില്ല. ബാബ പറയുന്നു, എൻ്റെ പാട്ട് തന്നെ സംഗമത്തിലാണ്. അതിനാൽ സംഗമയുഗത്തെ മംഗളകാരി യുഗം എന്ന് പറയുന്നു. ഇതാണ് ഓസ്പീഷ്യസ്, വളരെ ഉയർന്ന ശുഭസമയമായ സംഗമയുഗം. ഇതിൽ ബാബ വന്ന് കുട്ടികളായ നിങ്ങളെ നരനിൽ നിന്നും നാരായണനാക്കുന്നു. മനുഷ്യർ തന്നെയാണ്, എന്നാൽ ദൈവിക ഗുണങ്ങളുള്ളവരായി മാറുന്നു. അതിനെയാണ് ആദി സനാതന ദേവീദേവതാ ധർമ്മം എന്ന് പറയുന്നത്. ബാബ പറയുന്നു, ഞാൻ ഈ ധർമ്മം സ്ഥാപിക്കുന്നു. ഇതിനു വേണ്ടി തീർച്ചയായും പവിത്രമാകേണ്ടി വരും. പതീത പാവനൻ ഒരേ ഒരു ബാബയാണ്. ബാക്കി എല്ലാവരും ബ്രൈഡ്സ് ആണ്, ഭക്തരാണ്. പതീത പാവന സീതാറാം എന്ന് പറയുന്നതും ശരി തന്നെ. എന്നാൽ അവസാനം പിന്നെ രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്നു. അത് റോങ് ആയി പോകുന്നു. മനുഷ്യർ അർത്ഥമറിയാതെ എന്ത് തോന്നുന്നുവോ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈണം മുഴക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ചന്ദ്രവംശി ധർമ്മവും ഇപ്പോൾ സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ബാബ വന്ന് ബ്രാഹ്മണ കുലം സ്ഥാപിക്കുന്നു. ഇതിനെ ഡിനാസ്റ്റി എന്ന് പറയില്ല, ഇത് പരിവാരമാണ്. ഇവിടെ പാണ്ഡവരായ നിങ്ങളുടെയോ കൗരവരുടെയോ രാജധാനിയില്ല. ഗീത ആര് പഠിച്ചിട്ടുണ്ടാകുമോ അവർക്ക് ഈ കാര്യങ്ങൾ വേഗം മനസ്സിലാകും. ഇതും ഗീതയാണ്. ആരാണ് കേൾപ്പിക്കുന്നത്? ഭഗവാൻ. കുട്ടികളായ നിങ്ങൾ ആദ്യം ഈ അറിവ് നൽകണം. ഗീതയുടെ ഭഗവാൻ ആരാണ്? അവർ പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാനുവാച എന്ന്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ ഉണ്ടായിരിക്കുന്നത് സത്യയുഗത്തിലാണ്. കൃഷ്ണനിൽ ഉള്ള ആത്മാവ് അവിനാശിയാണ്. ശരീരത്തിന് തന്നെയാണ് പേര് മാറുന്നത്. ആത്മാവിൻ്റെ പേര് ഒരിക്കലും മാറുന്നില്ല. ശ്രീകൃഷ്ണന്റെ ആത്മാവിൻ്റെ ശരീരം സത്യയുഗത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. നമ്പർ 1 കൃഷ്ണനാണ് പോകുന്നത്. ലക്ഷ്മി നാരായണൻ നമ്പർ 1, പിന്നീടാണ് 2nd, 3rd. അപ്പോൾ അവരുടെ മാർക്സും ഇത്രയും കുറവായിരിക്കും. ഈ മാല തയ്യാറാകുന്നുവല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തന്നു. റൂണ്ട് മാലയുമുണ്ട്, രുദ്രമാലയുമുണ്ട്. വിഷ്ണുവിൻ്റെ കഴുത്തിൽ റൂണ്ട് മാല കാണിക്കുന്നു. കുട്ടികളായ നിങ്ങൾ വിഷ്ണുപുരിയുടെ അധികാരിയാകുന്നു നമ്പർ അനുസരിച്ച്. അപ്പോൾ നിങ്ങൾ വിഷ്ണുവിൻ്റെ കഴുത്തിലെ മാലയാകുന്നത് പോലെയാണ്. ആദ്യം ശിവന്റെ കഴുത്തിലെ മാലയാകുന്നു. അതിനെ രുദ്രമാല എന്ന് പറയുന്നു. അത് ജപിക്കുന്നു. മാല പൂജിക്കപ്പെടുന്നില്ല, സ്മരിക്കുകയാണ് ചെയ്യുന്നത്. മാലയിലെ മണിയാകുന്നത് ആരാണോ വിഷ്ണുപുരിയിലെ രാജധാനിയിൽ നമ്പർ വാറായി വരുന്നത് അവരാണ്. മാലയിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കുന്നതാണ് പുഷ്പം, പിന്നീട് യുഗൾ മണി. പ്രവൃത്തി മാർഗമാണല്ലോ. പ്രവൃത്തി മാർഗം ആരംഭിക്കുന്നത് ബ്രഹ്മാവിൽ നിന്നും, സരസ്വതിയിൽ നിന്നും, കുട്ടികളിൽ നിന്നുമാണ്. ഇവർ പിന്നെ ദേവതയാകുന്നു. ലക്ഷ്മി നാരായണനാണ് ഫസ്റ്റ്. മുകളിലാണ് പുഷ്പം, ശിവബാബ. മാല തിരിച്ച് ഒടുവിൽ പുഷ്പത്തെ നമിക്കുന്നു. ശിവബാബ പുഷ്പമാണ്. ആ ഒന്ന് പുനർജന്മത്തിൽ വരുന്നില്ല, ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. ആ ഒന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇദ്ദേഹത്തിൻ്റെതാണ്. ഈ ഒന്ന് തൻ്റെ ശരീര നിർവഹണാർത്ഥം നടത്തുന്നു. ആ ഒന്നിൻ്റെ ജോലിയാണ് കേവലം ജ്ഞാനം നൽകുക എന്ന്. ആരുടെയെങ്കിലും സ്ത്രീയോ പിതാവോ മറ്റോ മരിക്കുന്നുവെങ്കിൽ അവരുടെ ആത്മാവിനെ ബ്രാഹ്മണന്റെ ശരീരത്തിൽ വിളിക്കുന്നു. മുൻപ് വരുമായിരുന്നു, ഇപ്പോൾ അത് ശരീരം ഉപേക്ഷിച്ച് വരുന്നതൊന്നുമില്ല. ഇത് ഡ്രാമയിൽ മുൻകൂട്ടി തന്നെ അടങ്ങിയിട്ടുള്ളതാണ്. ഇതെല്ലാം ഭക്തി മാർഗമാണ്. ആ ആത്മാവ് പോയി മറ്റൊരു ശരീരമെടുത്തു. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മുഴുവൻ ജ്ഞാനവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ആരെങ്കിലും മരിക്കുന്നുവെങ്കിലും
നിങ്ങൾക്ക് ഒരു ചിന്തയുമില്ല. അമ്മ മരിച്ചാലും ഹലുവ കഴിക്കണം. അതായത് ദുഃഖത്തിൻ്റെ സാഹചര്യം വന്നാലും സന്തോഷം പോകരുത് എന്നർത്ഥം. ശാന്താബഹന്റെ ഉദാഹരണം പോലെ കുട്ടി പോയി അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുത്തു, നിങ്ങൾ എന്തിനു കരയുന്നു? ആ ആൾ പോയി മറ്റൊരു ശരീരം എടുത്തു. കരയുന്നതിലൂടെ മടങ്ങി വരുന്നതൊന്നുമില്ല. ഭാഗ്യശാലികൾ കരയുന്നില്ല. അപ്പോൾ അവിടെ സർവരുടെയും കരച്ചിൽ നിർത്തിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ തുടങ്ങി. ഇങ്ങനെ വളരെയധികം പെൺകുട്ടികൾ പോയി മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ കരയുന്നത് നിർത്തോ. അസത്യമായ ബ്രാഹ്മണരെയും കഴിപ്പിക്കാതിരിക്കോ. നമ്മൾ സത്യമായ ബ്രാഹ്മണരെ കൊണ്ടുവരുന്നു. പിന്നെ ജ്ഞാനം കേൾക്കുവാൻ തുടങ്ങുന്നു. ഈ കാര്യം ശരിയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ജ്ഞാനം കേട്ട് കേട്ട് ശാന്തമാകുന്നു. 7 ദിവസത്തേക്ക് വേണ്ടി ഭാഗവതവും മറ്റും വയ്ക്കുന്നു. അപ്പോഴും മനുഷ്യരുടെ ദുഃഖം ദൂരെയാകുന്നില്ല. ഈ പെൺകുട്ടികളാണെങ്കിൽ സർവരുടെയും ദുഃഖത്തെ അകറ്റുന്നു. നിങ്ങൾക്കറിയാം, കരയേണ്ട ആവശ്യമില്ല. ഇതാണെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട നാടകമാണ്. ഓരോരുത്തർക്കും തൻ്റെ പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. ഒരു സാഹചര്യത്തിലും കരയുവാൻ പാടില്ല. പരിധിയില്ലാത്ത അച്ഛൻ, ടീച്ചർ, ഗുരുവിനെ ലഭിച്ചിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ ഇത്രയും തിക്കും തിരക്കും കൊണ്ടിരുന്നു. പരബ്രഹ്മത്തിൽ വസിക്കുന്ന പരംപിത പരമാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ബാക്കി എന്ത് വേണം? ബാബ നൽകുന്നത് തന്നെ സുഖത്തിൻ്റെ സമ്പത്താണ്. നിങ്ങൾ ബാബയെ മറന്നു പോകുന്നു. അപ്പോഴാണ് കരയേണ്ടി വരുന്നത്. ബാബയെ ഓർമ്മിക്കുമ്പോൾ സന്തോഷമുണ്ടായിരിക്കും. ആഹാ, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. പിന്നെ 21 തലമുറകൾക്ക് ഒരിക്കലും കരയുകയില്ല. 21 തലമുറ എന്നാൽ പൂർണ്ണമായും വാർദ്ധക്യം വരെ അകാല മൃത്യു ഉണ്ടാകുന്നില്ല. അപ്പോൾ ഉള്ളിൽ എത്ര ഗുപ്തമായ സന്തോഷമുണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ മായയുടെ മേൽ ജയം നേടി ജഗത് ജീത്താകും. ആയുധങ്ങളുടെയും മറ്റും കാര്യമൊന്നുമില്ല. നിങ്ങൾ ശിവശക്തികളാണ്. നിങ്ങളുടെ അടുക്കൽ ജ്ഞാന കഠാരയും ജ്ഞാന ബാണവുമുണ്ട്. അവർ പിന്നെ ഭക്തി മാർഗത്തിൽ ദേവിമാർക്ക് സ്ഥൂലമായ ബാണവും ഖഡ്ഗവും മറ്റും നൽകിയിരിക്കുന്നു. ബാബ പറയുന്നു, ജ്ഞാനത്തിൻ്റെ വാളിലൂടെ വികാരങ്ങളെ ജയിക്കണം. ബാക്കി ദേവിമാർ ഹിംസകരൊന്നുമല്ല. ഇതെല്ലാം ഭക്തി മാർഗമാണ്. സാധു സന്യാസിമാരും മറ്റും നിവൃത്തി മാർഗത്തിലുള്ളവരാണ്. അവർ പ്രവൃത്തി മാർഗത്തെ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ സന്യാസം ചെയ്യുന്നു. പഴയ ലോകം മുഴുവനും പഴയ ശരീരവും. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കുമെങ്കിൽ ആത്മാവ് പവിത്രമാകും. ജ്ഞാനത്തിൻ്റെ സംസ്കാരം കൊണ്ടുപോകും. അതനുസരിച്ച് പുതിയ ലോകത്തിൽ ജന്മമെടുക്കും. അഥവാ ഇവിടെ തന്നെ ജന്മമെടുക്കുകയാണെങ്കിൽ പോലും ഏതെങ്കിലും നല്ല വീട്ടിൽ രാജാവിൻ്റെ അടുക്കലോ റിലീജിയസ് ആയ വീട്ടിലേക്കോ ആ സംസ്കാരം കൊണ്ടുപോകും. സർവർക്കും പ്രിയമായി തോന്നും. ഇതൊരു ദേവിയാണ് എന്ന് പറയും. ശ്രീകൃഷ്ണന്റെ എത്ര മഹിമ പാടുന്നു. ബാല്യത്തിൽ വെണ്ണ മോഷ്ടിച്ചുവെന്നും കുടം ഉടച്ചു എന്നും ഇതു ചെയ്തു എന്നൊക്കെ കാണിക്കുന്നു. എത്ര കളങ്കം ചാർത്തിയിരിക്കുന്നു. ശരി, ശ്രീകൃഷ്ണനെ എന്തുകൊണ്ടാണ് കറുപ്പാക്കിയത്? അവിടെയാണെങ്കിൽ ശ്രീകൃഷ്ണൻ വെളുപ്പായിരിക്കുമല്ലോ. പിന്നെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു, നാമവും മാറിക്കൊണ്ടിരിക്കുന്നു. ശ്രീകൃഷ്ണൻ സത്യയുഗത്തിലെ ആദ്യത്തെ പ്രിൻസ് ആയിരുന്നു. കൃഷ്ണനെ എന്തുകൊണ്ട് കറുപ്പാക്കി? ഒരിക്കലും ആർക്കും പറഞ്ഞു തരുവാൻ സാധിക്കില്ല. കറുപ്പാക്കുവാനായി അവിടെ സർപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. ഇവിടെ വിഷം കയറുന്നു, അപ്പോൾ കറുത്തു പോകുന്നു. അവിടെയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യം ഉണ്ടാവുക സാധ്യമല്ല. നിങ്ങൾ ഇപ്പോൾ ദൈവിക സമ്പ്രദായം ആകാൻ പോകുന്നവരാണ്. ഈ ബ്രാഹ്മണ സമ്പ്രദായത്തെ ആർക്കും തന്നെ അറിയില്ല. ആദ്യം ബാബ ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരെ അഡോപ്റ്റ് ചെയ്യുന്നു.
പ്രജാപിതാവാണ്. അപ്പോൾ ആ ഒന്നിന് പ്രജകളും അനേകമുണ്ട്. ബ്രഹ്മാവിൻ്റെ പുത്രിയാണ് സരസ്വതി എന്ന് പറയുന്നു, പത്നിയല്ല. ഇത് ആർക്കും അറിയില്ല. പ്രജാപിത ബ്രഹ്മാവിൻ്റേത് മുഖവംശാവലി തന്നെയാണ്. പത്നിയുടെ കാര്യമേ ഇല്ല. ഇദ്ദേഹത്തിൽ ബാബ പ്രവേശിച്ച് പറയുന്നു, നിങ്ങൾ എൻ്റെ കുട്ടികളാണ്. ഞാൻ ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്ന നാമം വെച്ചിരിക്കുന്നു. ആരെല്ലാം കുട്ടികളായോ? എല്ലാവരുടെയും പേര് മാറ്റി. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ മായയുടെ മേൽ ജയം നേടുന്നു. ഇതിനെ പറയുന്നത് തന്നെ തോൽവിയുടെയും ജയത്തിൻ്റെയും കളി എന്നാണ്. ബാബ എത്ര വില കുറഞ്ഞ കരാറാണ് ചെയ്യിക്കുന്നത്. എന്നിട്ടും മായ തോൽപ്പിക്കുന്നു. അപ്പോൾ ഓടിപ്പോകുന്നു. 5 വികാരങ്ങളാകുന്ന മായ തോൽപ്പിക്കുന്നു. ആരിലാണോ 5 വികാരമുള്ളത് അവരെ തന്നെയാണ് ആസുരീയ സമ്പ്രദായം എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളിൽ ദേവിമാരുടെ മുന്നിൽ പോയി മഹിമ പാടുന്നു, താങ്കൾ സർവഗുണസമ്പന്നമാണ്. ബാബ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ തന്നെയാണ് പൂജ്യ ദേവതയായിരുന്നത്. പിന്നീട് 63 ജന്മം പൂജാരിയായി. ഇപ്പോൾ വീണ്ടും പൂജ്യരാകുന്നു. ബാബ പൂജ്യരാക്കി മാറ്റുന്നു. രാവണൻ പൂജാരിയാക്കുന്നു. ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രങ്ങളിലുമില്ല. ബാബ ഏതെങ്കിലും ശാസ്ത്രം പഠിച്ചിട്ടൊന്നുമില്ല. ആ ഒന്നാകട്ടെ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. വേൾഡ് ഓൾമൈറ്റി അതോറിറ്റിയാണ്. ഓൾമൈറ്റി എന്നാൽ സർവശക്തിവാൻ. ബാബ പറയുന്നു, എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും മറ്റും അറിയുന്നു. ഇതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ സാമഗ്രിയാണ്. ഞാൻ ഈ എല്ലാ കാര്യങ്ങളും അറിയുന്നു. ദ്വാപരം മുതൽ തന്നെ നിങ്ങൾ പൂജാരിയാകുന്നു. സത്യത്രേതായുഗത്തിലാണെങ്കിൽ പൂജ ഉണ്ടാകുന്നില്ല. അതാണ് പൂജ്യകുലം. പിന്നെ ഉണ്ടാകുന്നത് പൂജാരി കുലമാണ്. ഈ സമയം സർവരും പൂജാരിയാണ്. ഈ കാര്യങ്ങൾ ആർക്കും തന്നെ അറിയില്ല. ബാബ തന്നെ വന്ന് 84 ജന്മങ്ങളുടെ കഥ പറഞ്ഞു തരുന്നു. പൂജ്യനും പൂജാരിയും ഈ മുഴുവൻ കളിയും നിങ്ങളെ ആശ്രയിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. ഹിന്ദു ധർമ്മം എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഭാരതത്തിൽ ആദി സനാതന ദേവീദേവതാ ധർമ്മം ഉണ്ടായിരുന്നു, അല്ലാതെ ഹിന്ദുവല്ല. എത്ര കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരേണ്ടി വരുന്നു. ഈ പഠനം സെക്കൻഡിൻ്റേതാണ്. എന്നിട്ടും എത്ര സമയമെടുക്കുന്നു. പറയുന്നു, സാഗരത്തെ മഷിയാക്കി മാറ്റിയാലും മുഴുവൻ കാടിനെ പേനയാക്കി മാറ്റിയാലും പൂർത്തിയാവുക സാധ്യമല്ല. അന്തിമം വരെയും നിങ്ങളെ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഇതിൻ്റെ എത്ര പുസ്തകമുണ്ടാക്കും? ആരംഭത്തിലും ബാബ അതിരാവിലെ എഴുന്നേറ്റ് എഴുതുമായിരുന്നു. പിന്നീട് മമ്മ കേൾപ്പിക്കുമായിരുന്നു. അപ്പോൾ മുതൽ അച്ചടിച്ചു വരുന്നു. എത്ര പേപ്പർ തീർന്നു കാണും. ഗീതയാണെങ്കിൽ ഒന്നാണ്, ഇത്രയും ചെറുതാണ്. ഗീതയുടെ ലോക്കറ്റും ഉണ്ടാക്കുന്നു. ഗീതയ്ക്ക് വളരെ പ്രഭാവമുണ്ട്. പക്ഷേ ഗീത ജ്ഞാനദാതാവിനെ മറന്നുപോയി. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജ്ഞാനവാൾ കൊണ്ട് വികാരങ്ങളെ ജയിക്കണം. ജ്ഞാനത്തിൻ്റെ സംസ്കാരം നിറയ്ക്കണം. പഴയ ലോകത്തെയും പഴയ ശരീരത്തെയും സന്യസിക്കണം. ഭാഗ്യവാൻ ആകാനുള്ള സന്തോഷത്തിലിരിക്കണം. ഒരു കാര്യത്തിലും ചിന്തിക്കേണ്ടതില്ല. ആരെങ്കിലും ശരീരം ഉപേക്ഷിക്കുന്നു എങ്കിൽ പോലും ദുഃഖത്തിൻ്റെ കണ്ണുനീർ പൊഴിക്കരുത്. വരദാനം: കൺട്രോളിംഗ് പവറിലൂടെ 1 സെക്കൻഡിൻ്റെ പരീക്ഷയിൽ പാസ്സാകുന്ന പാസ് വിത്ത് ഓണറായി ഭവിക്കട്ടെ. ഈ നിമിഷം ശരീരത്തിൽ വരണം. ഇപ്പോൾ തന്നെ ശരീരത്തിൽ നിന്നും വേറിട്ടവരായി അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യണം.
എത്ര കോലാഹലങ്ങൾ ഉണ്ടായാലും അത്രയും സ്വയം തൻ്റെ സ്ഥിതി അതിശാന്തമാകണം. ഇതിനുവേണ്ടി വിസ്താരത്തെ ഒതുക്കുവാനുള്ള ശക്തി ആവശ്യമാണ്. ഒരു സെക്കൻഡിൽ വിസ്താരത്തിൽ നിന്നും സാരത്തിലേക്ക് പോകണം. ഒരു സെക്കൻഡിൽ സാരത്തിൽ നിന്നും വിസ്താരത്തിലേക്ക് വരണം. ഇങ്ങനെയുള്ള കൺട്രോളിംഗ് പവർ ഉള്ളവർക്ക് തന്നെയാണ് വിശ്വത്തെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നത്. ഈ അഭ്യാസം അന്തിമത്തിലെ ഒരു സെക്കൻഡിൻ്റെ പരീക്ഷയിൽ പാസ് വിത്ത് ഓണർ ആക്കി മാറ്റും. സ്ലോഗൻ: വാനപ്രസ്ഥ സ്ഥിതിയുടെ അനുഭവം ചെയ്യിക്കൂ. അപ്പോൾ കുട്ടിക്കാലത്തിൻ്റെ കളികൾ സമാപ്തമായിക്കൊള്ളും. അവ്യക്ത സൂചന: അശരീരിയുടെയും വിദേഹി സ്ഥിതിയുടെയും അഭ്യാസം വർദ്ധിപ്പിക്കൂ. വിദേഹി ആകുന്നതിൽ അർജുനൻ ആകൂ. അർജുനൻ്റെ വിശേഷതയാണ് സദാ ബിന്ദുവിൽ സ്മൃതി സ്വരൂപമായി വിജയിയായി മാറി. ഇതേപോലെ നഷ്ടമോഹ സ്മൃതി സ്വരൂപം ആകുന്നവരാണ് അർജുനൻ. സദാ ഗീതാജ്ഞാനം കേൾക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്നവരാണ് അർജുനൻ. ഇങ്ങനെയുള്ള വിദേഹി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാവരും മരിച്ചു കിടക്കുകയാണ് എന്ന പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുമുള്ള അർജുനനാകൂ. ഓം ശാന്തി. മനസാ സേവനത്തിൻ്റെ അഭ്യാസം. ശാന്തി സാഗരനായ ബാബയുടെ ഓർമ്മയിൽ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ ഏകാഗ്രമായി സ്ഥിതി ചെയ്യവേ ശാന്തതയുടെ ഗഹനമായ അനുഭവം എനിക്കുണ്ടാവുകയാണ്. അനുപമമായ ശാന്തിയുടെ അനുഭവത്തിൽ ഞാൻ ലയിച്ചിരിക്കുകയാണ്. ഈ ഗഹനമായ ശാന്തതയുടെ അനുഭവത്തിലിരിക്കുമ്പോൾ ഈ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ഇപ്പോൾ ആവശ്യം മനസ്സിൻ്റെ സത്യമായ ശാന്തിയാണ് എന്ന് ഞാൻ അറിയുന്നു. ഈ സങ്കല്പം എന്നിൽ വരുമ്പോൾ ഞാൻ ശാന്തിയുടെ മഹാദാനിയായി മാറുകയാണ്. സ്വാഭാവികമായി തന്നെ എൻ്റെ ആത്മജ്യോതിസിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ വ്യാപിക്കുകയാണ്. എൻ്റെ സൂക്ഷ്മ സങ്കല്പ ശക്തി കൊണ്ട് ഈ ശാന്തിയുടെ കിരണങ്ങളെ ഞാൻ വിശ്വത്തിലെ അശാന്തമായ ആത്മാക്കളുടെ നേർക്ക്, ശാന്തിക്ക് വേണ്ടി ദാഹിക്കുന്ന ആത്മാക്കളുടെ നേർക്ക് അയക്കുകയാണ്.
ബാബയിൽ നിന്നും പ്രാപ്തമായ ഈ ഗഹനമായ ശാന്തിയുടെ അമൂല്യ ഖജനാവ് എൻ്റെ സഹോദര ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്യുകയാണ്. ഈ ഗഹന ശാന്തിയുടെ പ്രകാശസ്പർശം ഏൽക്കുമ്പോൾ ആത്മാക്കൾ ശാന്തമായി മാറട്ടെ. ആത്മാക്കളിൽ ശാന്തിയുടെ ഈശ്വരീയ ഖജനാവ് നിറയട്ടെ. അവർ ശാന്തി സമ്പന്നമാകട്ടെ.